الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ചവന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഒരുപാടുകളെ മുഴുവനും വിധേയപ്പെടുത്തിയും തഖ്വയുടെ പാതയിൽ ജീവിത അവസാനം വരെ നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി മരണം വരെ തുടർന്നു നോക്കാൻ ആവശ്യമായ തഖ്വയും ഇഹ്സാനും ഈമാനും നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ പൂർത്തീകരിച്ച് ഒരാഴ്ച പിന്നിട്ടതിനു ശേഷം ശവ്വാലിന്റെ 8ാമത്തെ പകലിലാണ് അല്ലാഹുവിന്റെ ഭവനത്തിൽ ജുമുഅ നിർവഹിക്കുന്നതിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഔദാര്യത്തിന് ഒരു റമദാൻ കൂടി ആവേശം പൂർത്തീകരിക്കാൻ അവസരം തന്നതിന് നാഥനോട് കൂടുതൽ നന്ദിയുള്ള മനസ്സോടു കൂടിയാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ കൂടുതൽ വിനയാന്വിതരായി തീരണം റബ്ബിന്റെ മുമ്പിൽ. നമ്മളിപ്പോ ശവ്വാലിലാണുള്ളത്. ശഅബാനിലെ നമ്മളല്ല, ശവ്വാലിലെ ഞാനും നിങ്ങളും. അങ്ങനെ നമ്മൾ ആയിക്കൂടാ. ശഅബാനിലേതിന് സമാനമാണ് ശവ്വാലിലും നമ്മളെങ്കിൽ അതത്ര നല്ല ലക്ഷണമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. റമദാൻ നമ്മിൽ ഉണ്ടാക്കിയ നന്മകൾ, ഗുണപരമായ സ്വാധീനം
ഷവ്വാലിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നഷ്ടപ്പെടാൻ പറ്റില്ല. ഇനി അള്ളാഹ് ആയുസ് അനുവദിച്ചു വരുന്ന 11 മാസങ്ങളിൽ നമ്മുടെ ജീവിതം തുടർന്നു പോകുമ്പോൾ ഇക്കഴിഞ്ഞ റമദാൻ നമ്മിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാണ്. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് പ്രകടമാണ്. നമുക്ക് തന്നെയും അത് അനുഭവിച്ചറിയാൻ കഴിയണം. നമ്മോടൊപ്പമുള്ളവർക്കും അത് മനസ്സിലാവണം. നമ്മോട് ചേർന്ന് നിൽക്കുന്നവർക്കും, നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മുടെ അയൽവാസികൾക്ക്, നാമുമായി ഇടപഴകുന്ന എല്ലാവർക്കും റമദാൻ നമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗുണപരമായ മാറ്റം അനുഭവപ്പെടണം. പടച്ചവനും നമ്മെ കുറിച്ചുള്ള അഭിപ്രായങ്ങളിൽ അത് പ്രകടമാകണം. നമ്മുടെ ആരാധനാ ജീവിതം അടിമുടി അഴിച്ചുപണിയണം, അല്ലെങ്കിൽ അഴിച്ചുപണിത റമദാന്റെ തുടർച്ചയാകണം നമ്മുടെ ഇനിയുള്ള ജീവിതം. നമ്മൾ വലിയ ജാഗ്രത പാലിച്ചിരുന്നു റമദാനിൽ. ഫർദുകൾ അഥവാ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഫർദുൽ നിർബന്ധമായ നമസ്കാരങ്ങൾ അതിന്റെ മുറപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നത് പ്രകാരം അതിന്റെ അവ്വൽ വക്തിൽ ആദ്യ ജമാഅത്തിൽ പങ്കെടുക്കാൻ നമ്മൾ കാണിച്ചിരുന്ന ഒരു ജാഗ്രത ഉണ്ടല്ലോ. മറ്റെല്ലാ തിരക്കുകൾക്കിടയിലും ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ നമ്മൾ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് പള്ളിയിലെത്താൻ നമ്മൾ കാണിച്ചിരുന്ന ഒരു ജാഗ്രത, അത് നിലച്ചു പോകരുത്. നമസ്കാരത്തിൽ തന്നെ നമുക്കുണ്ടായിരുന്ന ഒരു ഖുശൂഉം ഖുദൂഉം ഒക്കെ ഉണ്ടല്ലോ, അതും നമ്മൾ നിലനിർത്താൻ സാധ്യമാകുന്ന വിധം പരിശ്രമിക്കണം. ഏത് സാഹചര്യത്തിലും നമ്മൾ ജാഗ്രതയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഇഖാമത്ത് സ്വലാത്തിന്റെ കാര്യത്തിലുള്ള നിഷ്ഠയും ജാഗ്രതയും. കാരണം എന്റെയും നിങ്ങളുടെയും ഒക്കെ ഇസ്ലാമിക ജീവിതത്തിന്റെ പ്രഥമ അടയാളമാണ്. നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ പ്രഥമ അടയാളമാണ് നമസ്കാരത്തോടുള്ള നമ്മുടെ ജാഗ്രതായ സമീപനം എന്ന് പറയുന്നത്. അന്തിമമായി പരലോകത്ത് നമ്മുടെ വിചാരണയിൽ രക്ഷാശിക്ഷകൾ തീരുമാനിക്കുന്ന നമ്മുടെ അവസാനത്തെ കണക്കെടുപ്പിൽ ആദ്യമായി വിചാരണക്കെടുക്കുന്നതും ഈ നമസ്കാരമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ സ്വലാത്തുഹു ഫഇദാ സ്വലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ ഫഇദാ ഫസദത് ഫഖദ് ഖാബ വഖസിറ. അന്ത്യനാളിൽ അല്ലാഹു ഒരു അടിമയുടെ അമലുകളിൽ നിന്ന് ആദ്യമായി വിചാരണയ്ക്ക് വേണ്ടി എടുക്കുന്നത് അവന്റെ നമസ്കാരമായിരിക്കും. ഫഇദാ സ്വലഹത്, അതിന്റെ കാര്യത്തിൽ ഒരു മികച്ച അവസ്ഥയുമായിട്ടാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ, അത് കുറ്റമറ്റ രീതിയിൽ നിർവഹിച്ച ഒരു റെക്കോർഡാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ, ഫഖദ് അഫ്ലഹ വഅൻജഹ, അവർ വിജയിച്ചു, അവർ രക്ഷപ്പെട്ടു. ഇനി അതല്ല, അതിന്റെ കാര്യത്തിൽ ഒരു അലംഭാവം പുലർത്തിയ റെക്കോർഡാണ് നമ്മുടെ അമലുകളിൽ അനുഭവപ്പെടുന്നതെങ്കിൽ, നമ്മുടെ വിചാരണയിൽ അത് പ്രകടമാകുന്നതെങ്കിൽ, ഫഖദ് ഖാബ വഖസിറ, അതിനെ കുഴപ്പത്തിൽ അകപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെല്ലു നിൽക്കുന്നതെങ്കിൽ അവർ നശിച്ചു, അവർ നഷ്ടപ്പെട്ടു എന്ന് വിശദീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുർആൻ നമസ്കാരത്തിന്റെ വിശദാംശങ്ങളൊന്നും അങ്ങനെ വിശദീകരിച്ചു തന്നിട്ടില്ല. നമുക്ക് നമസ്കാരത്തിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരമാണോ നമസ്കരിക്കുന്നത് നിങ്ങൾ കാണുന്നത് അങ്ങനെ നിങ്ങൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ റക്അത്തുകളുടെ എണ്ണവും അതിലെ അഖ്വാലുകളും അഫ്ആലുകളും ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഒരു പ്രത്യേക സന്ദർഭത്തിലെ നമസ്കാരത്തെ കുറിച്ച് വളരെ വിസ്തരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അത് സൂറത്ത് നിസായിലെ 102-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 102, 103 ആയത്തുകളിലൊക്കെ അത് യുദ്ധ സന്ദർഭത്തിലെ ജമാഅത്ത് നമസ്കാരത്തെ കുറിച്ചാണ്, സ്വലാത്തുൽ ഖൗഫിനെ കുറിച്ചാണ്. പ്രതിയോഗികളുമായി ഇസ്ലാമിക സമൂഹം മുഖാമുഖം നിന്നുകൊണ്ട് ജീവൻ പണയം വെച്ച് നടത്തുന്ന യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ
എങ്ങനെയാണ് സത്യവിശ്വാസികൾ അവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള നമസ്കാരം ജമാഅത്തായി നിർവഹിക്കേണ്ടത് എന്ന് വളരെ വിസ്തരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. وَإِذَا كُنْتَ فِيهِمْ فَأَقَمْتَ لَهُمُ الصَّلَاةَ فَلْتَقُمْ طَائِفَةٌ مِّنْهُمْ مَعَكَ وَلْيَأْخُذُوا أَسْلِحَتَهُمْ فَإِذَا سَجَدُوا فَلْيَكُونُوا مِنْ وَرَائِكُمْ وَلْتَأْتِ طَائِفَةٌ أُخْرَى لَمْ يُصَلُّوا فَلْيُصَلُّوا مَعَكَ وَلْيَأْخُذُوا حِذْرَهُمْ وَأَسْلِحَتَهُم. വളരെ സുദീർഘമായ ഒരു ആയത്താണ്, ഞാനത് മുഴുവനും ഓതുകയില്ല. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധ സന്ദർഭത്തിൽ മുഫസ്സിറുകൾ പറയുന്നത് യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ശത്രുക്കൾ മറുഭാഗത്ത് സജ്ജരായിക്കൊണ്ടിരിക്കുകയും ഇവിടെ ഇപ്പുറത്ത് സത്യവിശ്വാസികൾ യുദ്ധത്തിന് വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. എന്നാൽ രണാങ്കണത്തിൽ ഏറ്റുമുട്ടലുകൾ നേർക്ക് നേരെ ആരംഭിക്കാതിരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിക്കുക എത്ര സങ്കീർണമായിരിക്കും അപ്പോഴത്തെ വിശ്വാസികളുടെ മാനസികാവസ്ഥ എന്ന്. ആ സന്ദർഭത്തിൽ നിർവഹിക്കേണ്ട നമസ്കാരത്തെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചുകൊണ്ട്, പ്രവാചകനെ, താങ്കൾ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരിക്കുകയും യുദ്ധവേളയിൽ അവർക്ക് നമസ്കാരം നടത്തുകയുമാണെങ്കിൽ അവരിൽ ഒരു വിഭാഗം താങ്കളോടൊപ്പം നിന്നുകൊള്ളട്ടെ, അവർ ആയുധധാരികളുമായിരിക്കട്ടെ. അങ്ങനെ അവർ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ ആ സംഘം പുറകോട്ട് മാറുകയും നമസ്കരിച്ചിട്ടില്ലാത്ത മറുവിഭാഗം മറ്റൊരു സംഘം വന്ന് താങ്കളോടൊപ്പം നമസ്കരിക്കുകയും ചെയ്യട്ടെ. അവരും ജാഗ്രതയുള്ളവരായിരിക്കട്ടെ, അവരും ആയുധധാരികളായിരിക്കട്ടെ. എന്നിട്ട് അതിനുശേഷം തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വിശദാംശങ്ങൾ വീണ്ടും വിശദീകരിച്ചതിനു ശേഷം പറയുകയാണ്, ഇനി നിങ്ങൾ ഈ ശത്രുക്കളെ നേരിടുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിർഭയരായി തീർന്നാൽ, ഒരു നിർഭയത്വത്തിൻ്റെതായ ഒരു അന്തരീക്ഷം, ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്ന് കിട്ടിയാൽ എപ്രകാരമാണോ നിങ്ങളോട് നമസ്കാരം നിലനിർത്താൻ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ ആവശ്യപ്പെട്ടത് അപ്രകാരം തന്നെ നിങ്ങൾ നിർവഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ടെന്ന് പറയുന്നത്, നിശ്ചയമായും നമസ്കാരം എന്ന് പറയുന്നത് വിശ്വാസികളുടെ മേൽ സമയബന്ധിതമായി നിർവഹിക്കേണ്ട, സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ്. അത്രയും ജാഗ്രതയോടുകൂടി ഏത് സങ്കീർണ സാഹചര്യത്തിൽ പോലും മുടങ്ങാതെ നിർവഹിക്കാൻ നിശ്ചയിക്കപ്പെട്ട, നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഇഖാമത്തു സ്വലാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിയോഗികൾക്കെതിരെ പ്രാർത്ഥിച്ച, പടച്ചവനോട് പ്രാർത്ഥിച്ച, പ്രതിയോഗികൾ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭങ്ങൾ വളരെ വിരളമാണ് ചരിത്രത്തിൽ. വളരെ അപൂർവമായി നമുക്കത് കാണാൻ സാധിക്കുകയുള്ളൂ. തായിഫിൽ നിന്ന് അഭയം തേടിച്ചെന്ന പ്രവാചകനെ ആട്ടിയോടിക്കുകയും തെരുവ് പിള്ളേരെ വിട്ട് കല്ലെറിഞ്ഞ് പ്രവാചക ശരീരത്തിൽ നിന്ന് പ്രവാചക ശരീരം മുറിവേറ്റ് രക്തമൊഴുകുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മലക്ക് ജിബ്രീലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ട് ആ വലിയ പർവ്വതങ്ങൾ തായിഫ് ജനതയുടെ മേൽ മറിച്ചിട്ട് അവരെ ഒന്നടങ്കം നശിപ്പിക്കാൻ റസൂലുള്ളാഹിയോട് കൂടിയാലോചിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. പടച്ചവനെ, അവർക്ക് നീ പുറത്തു കൊടുക്കും, അവരറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ തന്നെ കല്ലെറിഞ്ഞ് ആട്ടിയോടിച്ച തായിഫിലെ ജനതക്ക് പോലും പുറത്തു കൊടുക്കാൻ പടച്ചവനോട് ആവശ്യപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്തഖ് യുദ്ധത്തിന്റെ വേളയിൽ, അഹ്സാബ് യുദ്ധവേളയിൽ അസ്ർ നമസ്കാരം, ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകൾക്കിടയിൽ അസ്ർ നമസ്കാരം വൈകാനിടയായപ്പോൾ ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ, എന്റെ നമസ്കാരം വൈകാനിടയായ ഈ മുശ്രിക്കുകളുടെ ഖബറുകളെ നീ തീ കൊണ്ട് നിറക്കണേ റബ്ബേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ കാരുണ്യവാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കെതിരെ പടച്ചവനോട് പ്രാർത്ഥന നടത്തിയ, അവരുടെ ഖബറുകളെ തീ കൊണ്ട് നിറക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ആവശ്യപ്പെട്ട സന്ദർഭം തന്റെ നമസ്കാരം വൈകിക്കാൻ അവർ കാരണമായി എന്നതുകൊണ്ടായിരുന്നു. അപ്പൊ അത്രയും ഗൗരവത്തോടുകൂടി റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്ന, പകർന്നു തന്ന ഇഖാമത്തു സ്വലാത്തിന്റെ കാര്യത്തിൽ റമദാനിൽ നമ്മൾ കാത്തു സൂക്ഷിച്ച ജാഗ്രതയും ആ ഒരു കൃത്യനിഷ്ഠയും ഒക്കെ ഉണ്ടല്ലോ, അത് റമദാനിലേക്ക് വേണ്ടി മാത്രം പരിമിതപ്പെടുത്താതെ റൂഹ് പിരിയുന്ന നേരം വരെയും നിലനിർത്തുമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഫർദ് നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഫർദ് നമസ്കാരത്തോടൊപ്പം നമ്മൾ നിർവഹിച്ച സുന്നത്ത് നമസ്കാരങ്ങളിലും
ആ നന്മകളും റമദാനിന് ശേഷവും നിലനിർത്തിക്കൊണ്ടു പോകുന്നിടത്താണ് അള്ളാഹുമായുള്ള നമ്മുടെ തഖർറുബ് സാധ്യമാവുക എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. വമാ യസാലു അബ്ദി യതഖറബു ഇലൈഹി ബിന്നവാഫിൽ. എന്റെ അടിമ ഞാനുമായി അടുക്കുന്നില്ല ഐച്ഛികമായ കർമ്മങ്ങൾ കൊണ്ടല്ലാതെ. ഫർളുകളിൽ പരിമിതപ്പെടുത്തേണ്ടതല്ല നമ്മുടെ ആരാധനകളും അള്ളാഹുവോടും നമ്മുടെ ബാധ്യതകളും. പടച്ചവന്റെ തഖർറുബാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അള്ളാഹ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരെ ഭയപ്പെടാനാണ് നമ്മൾ? ആ അള്ളാഹുവിന്റെ തഖർറുബ് നമുക്ക് സാധ്യമാകുന്നിടത്ത് നമ്മൾ അനുഷ്ഠിക്കുന്ന സുന്നത്തുകൾക്ക് വലിയ പങ്കുണ്ട്, ഐച്ഛികമായ കർമ്മങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ നന്മകൾ നിലനിർത്തുന്നിടത്ത് ജാഗ്രത പാലിക്കണമെന്ന് ഒന്നാമതായി സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്, പ്രിയമുള്ളവരെ, നമ്മുടെ പെരുമാറ്റത്തിൽ വലിയ തിരുത്തു വരുത്തിയ മാസമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ശഹ്റു റമദാൻ എന്ന് പറയുന്നത്. നമ്മൾ ഇടപെടുന്നവരോട് അവർക്ക് അരോചകമാകുന്നതൊന്നും നമ്മളിൽ നിന്ന് വന്നു പോകാതിരിക്കാൻ, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഒരു ജാഗ്രത നമ്മൾ പാലിച്ചിട്ടുണ്ട്. നാവിനെ നിയന്ത്രിക്കാൻ പ്രത്യേകമായ ഒരു കരുതൽ, ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം നോമ്പ് നഷ്ടപ്പെടുമെന്ന് നമുക്കറിയാമായിരുന്നു. ആ നിർദ്ദേശങ്ങളും റമദാനിൽ മാത്രം പാലിക്കേണ്ട നിർദ്ദേശങ്ങളല്ലല്ലോ. മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിലും ആഖിറത്തിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. അവർ നല്ലത് പറയട്ടെ, അവരുടെ സംസാരം നന്നായിരിക്കട്ടെ, വാക്കുകൾ നല്ലതായിരിക്കട്ടെ. അങ്ങനെ നിങ്ങൾക്ക് നല്ല വർത്തമാനം പറയാൻ കഴിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് നല്ലത്. നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ് പിന്നെ ചെയ്യേണ്ടത്. അപ്പൊ ആ കാര്യത്തിൽ നമ്മുടെ ഒരു ജാഗ്രത നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. മൂന്നാമതായി പറയാനുള്ളത് നമ്മുടെ സാമ്പത്തിക ജീവിതത്തെ കുറിച്ചാണ്. അത് നമ്മുടെ സജീവ പരിഗണനയിലുണ്ടായിരുന്ന വിഷയമാണ്. നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധീകരണത്തോടൊപ്പം നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കാനും അല്ലാഹ് നമ്മെ ഏൽപ്പിച്ച, പടച്ചവൻ അമാനത്തായി നമ്മെ ഏൽപ്പിച്ച നമ്മുടെ സാമ്പത്തിക ജീവിതത്തെ വിശുദ്ധമാക്കാനും നമ്മൾ റമദാനിൽ കാര്യമായി പരിശ്രമിച്ചിട്ടുണ്ട്. സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ അതിന്റെ കണക്ക് നോക്കി സക്കാത്ത് നിർവഹിച്ചിട്ടുണ്ട്. സദക്ക ധാരാളമായി നമ്മൾ നൽകിയിട്ടുണ്ട്. ശുദ്ധമായ മുതലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അള്ളാഹു നിശ്ചയിച്ച അവകാശങ്ങളൊക്കെ അതിന്റെ അവകാശികൾക്ക് അതിന്റെ അർഹർക്ക് വിട്ടുകൊടുത്ത് വളരെ പരിശുദ്ധമായ മുതലുമായിട്ടാണ് നമ്മൾ ഇപ്പോ ശവ്വാലിലെത്തിയിരിക്കുന്നത്. ആ മുതൽ ഇനി മലിനമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, നമ്മൾ അവശരോടും അതുപോലെ തന്നെ അശരണരോടുമൊക്കെ നമ്മൾ കാണിച്ച ഒരു അനുഭവം ഉണ്ടല്ലോ. അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. ഇവിടെ നമ്മുടെ പള്ളിയിൽ വ്യത്യസ്തങ്ങളായ കളക്ഷനുകൾ കഴിഞ്ഞ റമദാനിൽ നടത്തിയിരുന്നു. അൽഹംദുലില്ലാഹ്, എല്ലാ വിഷയത്തിലും സഹോദരങ്ങൾ വളരെ സാധ്യമാകുന്നതിന്റെ പരമാവധി സഹകരിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെയൊക്കെ സംഖ്യകൾ ഭാരവാഹികൾ അറിയിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ധാരാളം സദഖകളുടെ ജനസേവന പ്രവർത്തനങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു റമദാനിൽ നടന്നത്. സമുദായത്തിലുടനീളം എല്ലാ പ്രദേശങ്ങളിലും. അത് ഈ സമുദായത്തിന്റെ ഒരു വലിയ നന്മയാണ്. അത് ഈ സമുദായത്തിന് അല്ലാഹു നൽകിയ ഒരു വലിയ ഔദാര്യശീലം എന്നത് പടച്ചവൻ ഈ ഉമ്മത്തിന് നൽകിയ വലിയൊരു നന്മയാണ്. ഇഫ്താർ കിറ്റുകളായാലും അതുപോലെ തന്നെ സക്കാത്ത് സദഖകളായാലും പിതൃ സക്കാത്തിന്റെ കാര്യത്തിലായാലും ദീനീ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സമാഹരണങ്ങളായാലും ധാരാളമായ ഉദാരത തമ്മിൽ പ്രകടമായ മാസമായിരുന്നു റമദാൻ. പ്രിയമുള്ളവരെ, റമദാൻ അവസാനിച്ചെങ്കിലും അവശരുടെ ആവശ്യങ്ങൾ അവശേഷിക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവശരുടെ ആവശ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടാകും. അവരോടൊക്കെ ഒരു അനുഭാവപൂർണമായ നിലപാട് തുടർന്നു കൊണ്ടുപോകാൻ അല്ലാഹ് നൽകിയ അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. പടച്ചവൻ നമുക്ക് നൽകിയ അവസരങ്ങൾ എന്ന് പറയുന്നത് അല്ലാഹ് നമ്മെ ഏൽപ്പിച്ച അല്ലാഹുവിന്റെ മുതൽ, അതിൽ അവശരോടുള്ള ആ ആർദ്രതയും അവരോടുള്ള ആ അനുഭാവവും ഒക്കെ തുടർന്നു കൊണ്ടുപോകാനും നമുക്ക് സാധിക്കണം. എന്ന് പറഞ്ഞാൽ ഇൻഫാഖും ഫീ സബീലില്ലാഹ് എന്നത് ഒരു സംസ്കാരമാകണം മുഅ്മിനുകൾക്ക്. കൂടുതൽ ഉള്ളവർ ഉള്ളതിനനുസരിച്ച്, ഇല്ലാത്തവർ ഇല്ലാത്തതിലും മിച്ചം വെച്ച് ആമിനൂ ബില്ലാഹി വറസൂലിഹി വഅൻഫിഖൂ. വിശുദ്ധ ഖുർആൻ ആമിനൂ ബില്ലാഹി വറസൂലിഹി വഅൻഫിഖൂ, അല്ലാഹുവിലും പ്രവാചകരിലും വിശ്വസിക്കുക, വഅൻഫിഖൂ
നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക. അതിനിടയിൽ ആ ആയത്തിൽ അള്ളാഹുവിനും പ്രവാചകരുമുള്ള വിശ്വാസത്തിന്റെയും സാമ്പത്തികമായി ചെലവഴിക്കലിന്റെയും ഇടയിൽ വഖഫിനുള്ള അനുവാദം തജ്വീദിന്റെ പണ്ഡിതന്മാർ നൽകിയിട്ടില്ല. ആ വിശ്വാസത്തോട് ചേർത്തുകൊണ്ടാണ് ഇൻഫാഖിനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇൻഫാഖ് നമ്മൾ റമദാനിൽ ധാരാളമായി ശീലിച്ച ഇൻഫാഖ് അത് തുടർന്നു കൊണ്ടുപോകാൻ, ജീവിതത്തിന്റെ ഒരു സംസ്കാരമായി നിലനിർത്തുവാൻ നമ്മൾ ശ്രമിക്കുകയും ആ സംസ്കാരം നിലനിർത്തി കിട്ടാനുള്ള മനസ്സിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നാലാമതായി സൂചിപ്പിക്കാനുള്ളത് റമദാൻ കർമ്മ നൈരന്തര്യത്തിന്റെ മാസമായി നമ്മെ സംബന്ധിച്ചിടത്തോളം അമലുകളിൽ നമ്മൾ മത്സരബുദ്ധിയോടുകൂടി ഏർപ്പെട്ട മാസമായിരുന്നു റമദാൻ എന്ന് പറയുന്നത്. പടച്ചവൻ നൽകിയ വലിയ വലിയ ഓഫറുകൾ, വമ്പിച്ച ഓഫറുകൾ നമ്മെ ആവേശം കൊള്ളിച്ചിരുന്നു. പലപ്പോഴും ശാരീരികമായ ക്ഷീണവും പ്രയാസവും ഒക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കാൻ പടച്ചവന്റെ ഈ വമ്പിച്ച ഓഫറുകൾ നമുക്ക് വലിയ പ്രചോദനം നൽകിയിരുന്നു. പ്രിയമുള്ളവരെ, റമദാൻ കഴിയുന്നതോടുകൂടി നമ്മൾ നിഷ്ക്രിയരാവുകയല്ല വേണ്ടത്, നമ്മൾ അലസതയിലേക്ക് എടുത്തെറിയപ്പെടുകയല്ല വേണ്ടത്, നമ്മൾ കർമ്മോത്സുകതയിൽ നിലനിന്നു പോവുകയാണ് വേണ്ടത്. ഈജിപ്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകനായിരുന്ന ഇമാം ഹസനുൽ ബന്ന റഹ്മത്തുള്ളാഹി അലൈഹി ഈജിപ്തിലെ കുടിലുകൾക്ക് തോറും കയറി ഇറങ്ങിക്കൊണ്ട് ആ കുടിലുകൾ മുട്ടി പിടിച്ചുകൊണ്ട് ആ വീട്ടുകാരോട് ആവശ്യപ്പെട്ട ഒരു പ്രയോഗമുണ്ടായിരുന്നു. ഉണരുക, ഉറക്കം വിട്ട് എഴുന്നേൽക്കുക, നിങ്ങൾക്ക് ദീർഘമായ ഒരു ഉറക്കം ഇനി ബാക്കിയുണ്ട് എന്ന്. ഒരു ജനതയെ അവരകപ്പെട്ട ആലസ്യത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ ശക്തമായ ഒരു പ്രയോഗമായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, മരണത്തോടു കൂടിയാണ് നമ്മുടെ കർമ്മ ജീവിതത്തിന് അവസാനമാകുക. അതുവരെ നമുക്ക് അമലുകൾ ചെയ്യാനുള്ള അവസരമാണ്. പിന്നെ നമ്മൾ കർമ്മലോകത്തു നിന്നും കർമ്മഫലങ്ങളുടെ ലോകത്തേക്കുള്ള യാത്രയാണ്. മരണം അതിന്റെ ആദ്യവാതിലാണ്, ബർസഖ് അതിന്റെ ആദ്യ ഭവനമാണ്. നമുക്ക് ചെന്നെത്താനുള്ള അന്തിമമായ ദാറുൽ ഖുലൂദിലേക്കുള്ള വ്യത്യസ്ത വാതിലുകളിൽ അതിന്റെ ആദ്യ വാതിലാണ് മരണത്തോടുകൂടി സംഭവിക്കുന്നത്. ആ വാതിലാണ് നമ്മൾ മരണത്തോടുകൂടി പിന്നിടുന്നത്. പിന്നെ നമ്മൾ എത്തിച്ചേരുന്നത് ബർസഖിലാണ്. ആ ബർസഖ് എന്ന് പറയുന്നത് ആഖിറത്തിലെ വീടുകളിലെ ആദ്യ വീട് എന്നാണ്. അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിർ. അതുവരെ നമുക്ക് വിശ്രമം ഉണ്ടാകേണ്ടതില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ശിഷ്യന്മാരിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ലയോ ഇമാം, എപ്പോഴാണ് നമുക്ക് സമാധാനത്തോടു കൂടി വിശ്രമിക്കാൻ സാധിക്കുക? എപ്പോഴാണ് അല്ലാഹുവിന്റെ ഒരു അടിമക്ക് വിശ്രമിക്കാൻ, നല്ല റാഹത്തോടുകൂടി സമാധാനത്തോടുകൂടി വിശ്രമിക്കാൻ സാധിക്കുക എന്ന ചോദ്യത്തിന് ഇമാം നൽകുന്ന മറുപടി, അല്ലാഹുവിന്റെ നിഷ്കളങ്കനായ ഒരു അടിമക്ക് വിശ്രമിക്കാനുള്ള, സമാധാനത്തോടുകൂടി വിശ്രമിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഒരാളുടെ കാൽപാദം സ്വർഗത്തിലേക്ക് എടുത്തു വെക്കുന്നത് വരെയാണ് എന്നാണ്. അതുവരെയും വിശ്വാസിക്ക് വിശ്രമമില്ല എന്നാണ്. ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിൽ വ്യാപൃതമാവുക ശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. പ്രിയമുള്ളവരെ, ബർസഖിയായ ജീവിതത്തിൽ സമാധാനത്തോടുകൂടി ഉറങ്ങാൻ നമുക്ക് സാധിക്കുന്നത് ദുനിയാവിൽ നമ്മൾ കുറച്ച് ഉറക്കമൊഴിച്ചുകൊണ്ടാണെങ്കിൽ പോലും അത് നഷ്ടമാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബർസഖിൽ നമുക്ക് സുഖമായി ഉറങ്ങാൻ, സ്വർഗീയ സന്തോഷ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട്, ആ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ബർസഖിയായ ജീവിതത്തിൽ ശാന്തമായി ഉറങ്ങാൻ ദുനിയാവിൽ നമ്മൾ കുറച്ച് ഉറക്കമൊഴിച്ചാലും അത് നഷ്ടമാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമ്മൾ ശീലിച്ച രാത്രിയിൽ നമ്മൾ ധാരാളമായി അനുഷ്ഠിച്ച വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളിലൂടെ, അതുപോലെ തന്നെ തഹജ്ജുദ് നമസ്കാരങ്ങളിലൂടെ നമ്മൾ ഉറക്കമൊഴിക്കാൻ, ശരീരം ഉറക്കം വിട്ട് എഴുന്നേൽക്കാൻ നമ്മൾ പ്രകടിപ്പിച്ച ഒരു കാര്യക്ഷമതയും ജാഗ്രതയും ഒക്കെ ഉണ്ടല്ലോ, അത് തുടർന്നു പോകുന്നത് കൊണ്ട് നമുക്കൊരു നഷ്ടവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നല്ല, അത് വമ്പിച്ച നിക്ഷേപമാണ്, അത് വമ്പിച്ച ഇൻവെസ്റ്റ്മെന്റ് ആണ്. നാളെ ആഖിറത്തിലേക്കുള്ള, നമ്മുടെ ബർസഖിലേക്കുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ റമദാനിൽ നമ്മുടെ ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും ഒക്കെ വേണമെന്ന് ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഒക്കെ വേണമെന്ന് ഒരു പാട് കൂടി റമദാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? ഭക്ഷണം കഴിക്കാനും കഴിക്കുന്നത് നിർത്താനും ഒക്കെ ഒരു സമയം നമുക്ക് നിശ്ചയിച്ചു തന്നിരുന്നു. ഒരുപക്ഷെ റമദാനിന് മുമ്പ് നമ്മൾ അങ്ങനെ ആയിരുന്നില്ല.
പക്ഷേ റമദാനിൽ ഒരു സമയനിഷ്ഠ പടച്ചവൻ തന്നെ നമ്മെ ശീലിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി നമ്മൾ പാലിച്ചു പോന്നിട്ടുണ്ട് അല്ലെ. 6:38 എന്ന് പറയുമ്പോൾ അത് 6:39 ആകാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്തിന്റെ കാര്യത്തിൽ ഭക്ഷണം ആവശ്യമില്ലാഞ്ഞിട്ടും പുലർച്ചെ 4 മണിക്കും 4:30 മണിക്കും ഒക്കെ നമ്മൾ കഴിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ആ ബർക്കത്ത്, ആ സുഹൂറിന്റെ അത്താഴത്തിന്റെ പുണ്യം നമുക്ക് നഷ്ടപ്പെടരുത് എന്ന നിഷ്ഠയോടുകൂടി അതിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഉറക്കത്തിന്, നമ്മുടെ ഉണർച്ചയ്ക്ക് ഒരു സമയക്രമം, അത് ഒരിക്കലും റമദാനിലെ ആ സമയക്രമം ഒരിക്കലും ശഅബാനിലേതുപോലെ ആയിരുന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയും ക്രമവും ഒക്കെ ഉണ്ടാകണമെന്നൊരു പാഠം കൂടി റമദാനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറെ വാരി വലിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യലല്ല ദീനി ജീവിതത്തിൽ നമ്മൾ ശീലിക്കേണ്ടത് എന്നൊരു പാഠം കൂടിയാണത്. ചെയ്യുന്ന അമലുകൾ, നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾ ചിട്ടയിലും അതിന്റെ പൂർണ്ണതയിലും നിർവഹിക്കുക. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. ഖലഖൽ ഇൻസാന ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. സൂറത്തുൽ മുൽക്ക്. നമ്മളൊക്കെ ഹിഫ്ദ്, നമ്മിൽ പലർക്കും ഹിഫ്ദുൽ അധ്യായമാണ്. അതിന്റെ ആരംഭത്തിൽ അത് പറയുകയാണ്, ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പതിവായി നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഒരുപാട് അമലുകൾ ചെയ്യുന്നവർ എന്നല്ല, അയ്യുക്കും അക്സറു അമല എന്നല്ല ഖുർആനിന്റെ പ്രയോഗം. അയ്യുക്കും അഹ്സനു അമല, ചെയ്യുന്ന കർമ്മങ്ങൾ ഇഹ്സാനിയത്തോടുകൂടി. ഇഹ്സാനിയത്ത് എന്ന ആ അറബി പദത്തിന് സമാനമായ ഒരു ഇംഗ്ലീഷ് പദം, മലയാള പദം കാണുക സാധ്യമല്ല. എന്നാൽ ഒരു അല്പം അതിനോട് നീതി പുലർത്തുന്ന ഒരു പദം വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പെർഫെക്ഷൻ എന്നതാണ്. പെർഫെക്ഷൻ, ഇഹ്സാനിയത്ത്. അയ്യുക്കും അഹ്സനു അമല. അപ്പൊ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഇഹ്സാനിയത്ത് ഉണ്ടാകണം, പെർഫെക്ഷൻ ഉണ്ടാകണം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടല്ലോ, പടച്ചവന് ഏറെ ഇഷ്ടം കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുന്ന അമലുകളാണ്. ചെയ്യുന്നത് ഏറ്റക്കുറവുകളപ്പുറത്ത് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയി, കുറ്റമറ്റ രീതിയിൽ മനോഹരമായി നിർവഹിക്കുക. നിങ്ങൾ ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടി പ്രക്രിയയിൽ, പടച്ചവന്റെ മുഴുവൻ സൃഷ്ടി പ്രക്രിയയിലും പടച്ചവൻ പരിഗണിച്ച ഒന്നാണ് ഇഹ്സാനിയത്ത്, അല്ലെങ്കിൽ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ, അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ. അല്ലാഹ് എല്ലാ അവന്റെ സൃഷ്ടി പ്രക്രിയ മുഴുവനും നിർവഹിച്ചിരിക്കുന്നത് ഈ ഇഹ്സാനിയത്തോട് കൂടിയാണ്, പെർഫെക്ഷനോട് കൂടിയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ പടച്ചവൻ സൃഷ്ടിച്ചിരിക്കുന്നത് പറയുന്നത് ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ, കുറ്റമറ്റ രീതിയിലാണ് അള്ളാഹ് സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. സൂറ മുഅ്മിനൂനിൽ അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين فتبارك الله أحسن الخالقين. ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഒരു മനുഷ്യ കുഞ്ഞായി ആ മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെ കുറിച്ച്, സൂക്ഷ്മമായ ഘട്ടങ്ങളെ കുറിച്ച് വളരെ മനോഹരമായി വിശദീകരിച്ചിട്ട് അതിന്റെ അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറയണം തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത്രയും മനോഹരമായി, ഇത്രയും പെർഫെക്ഷനോട് കൂടി സൃഷ്ടി പ്രക്രിയ നടത്തുന്ന പടച്ചവൻ എത്ര അനുഗ്രഹപൂർണനാണ്. അപ്പൊ ആ അർത്ഥത്തിൽ അല്ലാഹ് അവന്റെ സൃഷ്ടി പ്രക്രിയയിലുടനീളം പാലിച്ച ഒരു ഇഹ്സാനിയത്ത്, നമ്മുടെ അമലുകളെ ഇഹ്സാനിയത്ത് കൊണ്ട് തുല്യണം എന്നതാണ്. അതാകണം വിശ്വാസികളുടെ നിലപാട് എന്നതാണ്. ആരാധനകളിൽ മാത്രമല്ല, ഇടപാടുകളിലും പെരുമാറ്റത്തിലും ഒക്കെ ഇഹ്സാനിയത്ത് മുറുകെ പിടിക്കണമെന്ന് നിഷ്കർഷിക്കപ്പെട്ട, നിർദ്ദേശിക്കപ്പെട്ട ഒരു ഉമ്മത്തിന്റെ ഭാഗമാണ് നമ്മളെന്നറിയണം. മാതാപിതാക്കളുടെ പെരുമാറ്റത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ് വബിൽ വാലിദൈനി ഇഹ്സാന, വബിൽ വാലിദൈനി ഇഹ്സാന. അനാഥകളോടുള്ള സമീപനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ ഖുർആൻ പറഞ്ഞത്? വലാ തഖറബു മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. അനാഥകളുടെ മുതലിനോട് നിങ്ങൾ അടുക്കരുത് ഏറ്റവും ഉത്തമമായ രൂപത്തിലല്ലാതെ. എന്തിന് വിശ്വാസികളോടുള്ള സംസാരത്തെ കുറിച്ച് പോലും വഖുല്ലി ഇബാദി യഖൂലു ലതി ഹിയ അഹ്സൻ ഇന്ന ശൈത്താന യൻസബു ബൈനഹും. പിശാച് നിങ്ങൾക്കിടയിൽ കാര്യമായി പണിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല വർത്തമാനങ്ങൾ പറയണം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമ്മുടെ അമലുകളിൽ ഇഹ്സാനിയത്ത്, ഏറ്റവും മികച്ച രീതിയിൽ അമലുകൾ ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. തിന്മക്കെതിരെ പ്രതിരോധത്തെ കുറിച്ച് പറഞ്ഞു.
നിങ്ങൾ തിന്മകളോട് സ്വീകരിക്കേണ്ട സമീപനം ഏറ്റവും മികച്ച പ്രതിരോധം, ഏറ്റവും മികച്ച നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കണം. ഇത് തന്നെ ഒരു വിഷയമായി നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സൂചിപ്പിച്ചു വന്നത് നമ്മുടെ അമലുകളെ അതിന്റെ കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കുന്ന, പടച്ചവന് പ്രിയങ്കരമായ രീതിയിൽ നമ്മുടെ അമലുകൾ നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ആ ചിട്ടയും ക്രമവും ഒക്കെ, റമദാൻ പഠിപ്പിച്ച ആ ചിട്ടയും ക്രമവും ഒക്കെ നമുക്ക് കാരണമായി തീരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീത റമദാനിന്റെ എല്ലാ നന്മകളെയും തുടർ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഭാഗ്യം ലഭിക്കുന്ന, അതുവഴി അള്ളാഹുവിന്റെ തഖറബിലേക്ക് അതിവേഗം സഞ്ചരിക്കാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.